സതീശൻ ഈ 5 കൊല്ലവും വെയിലും കൊണ്ട് പിണറായി വിജയനെ എതിർക്കുന്ന തിരക്കിലാണ്. അദ്ദേഹം കുത്തിലും ഗോവയിലും സെമിക്കോളനിലും ഒക്കെ പിണറായിയെ എതിർക്കുന്നതിനിടയ്ക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മറന്നു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പോലെ കരുണാകരനും ആന്റണിയൊക്കെ പണ്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് വില പേശാൻ പറ്റും. ഇന്ന് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച വാർത്താ ചിത്രമുണ്ടല്ലോ, ആ വാർത്താ ചിത്രത്തിൽ പല കൗതുകങ്ങളുണ്ട്. ഒന്നാ വാർത്താ ചിത്രം എങ്ങനെ പുറത്തു വന്നു എന്നുള്ള കാര്യം, അത് മാത്രമല്ല അതിൽ ആദ്യത്തെ പേരുണ്ട് നീലകണ്ഠൻ. അദ്ദേഹത്തിന് നേരെ ആർക്കാണ് പ്രിഫറൻസ് എന്നുള്ളത് ബ്ലാങ്ക് ആണ്. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ താൻ ഒരു പേര് പറഞ്ഞിരുന്നു, അത് അവിടെ വന്നില്ല, എന്തുകൊണ്ട് വരാത്തതെന്ന് തനിക്കറിയില്ല, AICCക്ക് പരാതി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം VD സതീശൻ പക്ഷമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ VD സതീശന് പറഞ്ഞ പേരുകൾ പോലും എഴുതാതെ, ഇപ്പൊ നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ ഡൽഹിയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഖാർഗെ, രാഹുൽ ഗാന്ധിക്കപ്പുറം ആ ചിത്രത്തിൽ ഒരു ത്രയമുണ്ട്, അതിൽ KC വേണുഗോപാൽ കൂടിയുണ്ട്. അപ്പോൾ ഒരു ഫെയർനെസിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അതെ, എന്ത് ഫെയർനെസ് എന്നേ, ഇതൊക്കെ ഒരുതരം നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഈ ഉത്സവ പറമ്പിലൊക്കെ നാടകുത്തെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ നാടകയുടെ ഉള്ളിൽ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് പൈസ കിട്ടും, പുറത്താണെങ്കിൽ നമ്മുടെ പൈസ പോകും. ഈ നാടകുത്തുകാർ വലിയ വീരന്മാരായതുകൊണ്ട് നമുക്കൊരിക്കലും പൈസ കിട്ടില്ല. നമ്മൾ കുത്തുന്നത് എപ്പോഴും അതിൽ തെറ്റായ വശത്തായി. അല്ലെങ്കിൽ കിലിക്ക് കുത്തുണ്ട്, കിലിക്ക് കുത്തലും നമ്മുടെ കാശ് പോകുകയല്ലാതെ നമുക്കൊരിക്കലും സമ്മാനം കിട്ടുകയില്ല. ഇടയ്ക്ക് വല്ലവർക്കൊക്കെ ഒരു സമ്മാനം കിട്ടും, പക്ഷേ അത് ഈ കിലിക്ക് കുത്ത് നടത്തുന്നവൻ്റെ സുഹൃത്തിനോ അവൻ്റെ ബന്ധുക്കാരനോ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു കിലിക്ക് കുത്താണ് ഇവിടെ ഈ നിരീക്ഷകന്മാർ വന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നീലകണ്ഠൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താത്തതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് സാധാരണ നടപടിക്രമം. ഇവിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞല്ലോ, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടപ്പെട്ട ആളാണ്, രണ്ടുപേർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രി ആവുന്ന ഒരു ആഗ്രഹം തോന്നി. നമുക്ക് ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റും? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണുഗോപാലിന് ഒരു ആഗ്രഹം തോന്നി, ആ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാനായിട്ട് ഹൈക്കമാൻഡ് തയ്യാറായി. അതിനുള്ള ഒരു പൊറാട്ട് നാടകമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ ഇവരെ 3 പേരെ വിളിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളത് 2 പേരും അംഗീകരിച്ച് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞാൽ സതീശന് അത് പറ്റില്ല എന്ന് പറയാൻ പറ്റും, രമേശിന് പറയാൻ പറ്റും, ഒന്നും പറയാൻ പറ്റില്ല. അവർ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഞങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നേ ആർക്കും ഒരു തകരാറുണ്ടാവില്ല. പക്ഷേ എന്തിനു വേണ്ടി MLA-മാരെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു ഗോപാളിത്തരം കാണിച്ചു എന്നുള്ളതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ സുതാര്യ സുന്ദരമായിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട MLA-മാരുടെ ഇടയിൽ മഹാനായ KC വേണുഗോപാലിനാണ് വമ്പിച്ച ഭൂരിപക്ഷം. MLA-മാരുടെ അഭിപ്രായമാണ് പ്രധാനം. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അരിയിട്ട് വാഴിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കിലിക്ക് കുത്ത് അഥവാ പൊറാട്ട് നാടകം നടത്തുന്നത്. നമ്മളൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ അതിലെ ആ ചിത്രത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ MLA-മാരുടെ കണക്കെടുത്താലും ശരിക്കും ഭൂരിപക്ഷം KC വേണുഗോപാലിനെ തന്നെയായിരിക്കും. MP-മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ മൃഗീയമായ ഭൂരിപക്ഷമായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും ഈ രീതിയിൽ ഇത്രയും ഒരു പിന്തുണ MLA-മാരിൽ MP-മാരിൽ ഒക്കെ KC വേണുഗോപാലിന് കിട്ടുന്നത്, സതീശൻ ഇല്ലാതെ പോകുന്നതും? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സതീശൻ ഈ 5 കൊല്ലവും വെയിലും കൊണ്ട് പിണറായി വിജയനെ എതിർക്കുന്ന തിരക്കിലാണ്. അദ്ദേഹം കുത്തിലും ഗോവയിലും സെമിക്കോളനിലും ഒക്കെ പിണറായിയെ എതിർക്കുന്നതിനിടയ്ക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മറന്നു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പോലെ കരുണാകരനും ആന്റണിയൊക്കെ പണ്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് വില പേശാൻ പറ്റും. ഇവിടെ പറ്റിയെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച്, പ്രത്യേകിച്ചും പുതുതായിട്ട് വന്ന സ്ഥാനാർത്ഥികൾ, പുതുമുഖങ്ങളെയൊക്കെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് KC വേണുഗോപാലാണ്. എന്ന് മാത്രമല്ല, ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആവശ്യത്തിന് ഫണ്ട് വേണമല്ലോ. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടെ തോറ്റുപോയതിൻ്റെ ഒരു കാരണം ഫണ്ട് ആവശ്യത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് നമ്മുടെ ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആദർശധീരനായ കോൺഗ്രസ്സുകാരനായിരുന്നു KPCC പ്രസിഡന്റ്. ഫണ്ട് ഉണ്ടാക്കി. ഇത്തവണ അങ്ങനെയല്ല, ഫണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ട് വന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ കാശ് ഇഷ്ടം പോലെ കിട്ടി. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവർ ജയിച്ചു. അപ്പോൾ ഈ പൈസ ആരെങ്കിലും തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുത്തണോ? അല്ല, അത് തെലങ്കാനയിൽ നിന്നും അതുപോലെ കർണാടകത്തിൽ നിന്നും വന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ രേവന്ത് റെഡ്ഡി വലിയ പോൾ സ്റ്റാറായിട്ട് മിന്നിത്തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ല. അദ്ദേഹം ഇവിടെ ഒന്ന് പ്രസംഗിച്ചാൽ ഈ ആലുവയിലോ അങ്കമാലിലോ അല്ലെങ്കിൽ വടക്കം പറവൂരിലുള്ള ആളുകൾ വോട്ട് മാറ്റി ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹത്തിന് എന്തിനു എഴുന്നള്ളിച്ചു കൊടുത്തു വെച്ചാൽ ഫണ്ട് കൊടുത്ത പുള്ളിയാണ്. അപ്പോൾ അതിനൊരു കേഴ്സിയായിട്ട് ഹാജരാക്കിയത്. അതുതന്നെയാണ് DK ശിവകുമാറിൻ്റെയും അവസ്ഥ. എന്തുകൊണ്ടാണ് സിദ്ധരാമയ്യെ കൊണ്ടുവരാഞ്ഞത്? എന്തുകൊണ്ടാണ് ശിവകുമാറിനെ കൊടുത്തത്? ആലോചിച്ച് നോക്കിയ സംഗതി വ്യക്തമല്ലേ. അപ്പോൾ പണമാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ യുവ MLA-മാർ
പ്രത്യേകിച്ച് ആദ്യമായിട്ട് ജയിച്ചവർ ഇദ്ദേഹത്തെ പിന്തുണച്ചു. പിന്നെ പഴയ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതിപ്പോൾ നാമാവശേഷമായി. അതിൽപ്പെട്ട ആളുകൾ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആങ്ങളെ ചത്താലും പറ്റില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണും എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. അപ്പോൾ നാത്തൂനെ കരയിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ആങ്ങളെ ചത്താൽ മതി. അങ്ങനെ ആങ്ങളെ കൊല്ലാനായിട്ട് എ ഗ്രൂപ്പുകാർ തീരുമാനിച്ചു. അതാണ് മറ്റൊരു രംഗം. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ പതിവുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഫസൽ ഗഫൂർ പറഞ്ഞ ആ അഭിപ്രായത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഫസൽ ഗഫൂർ എടുത്തു പറഞ്ഞൊരു പേര് ഭവനം വെങ്കട്ടറാം റെഡ്ഡിയുടെയാണ്. അത് വളരെ കൃത്യമാണ്. കാരണം എന്താ വെച്ചാൽ അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. 1978 അല്ലെങ്കിൽ 79 ആദ്യം ആന്ധ്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. ആന്ധ്രയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവ് അവിടുത്തെ ഒരു K കരുണാകരൻ എന്ന് പറയുന്നത് ചെന്നറെഡ്ഡിയാണ്. ചെന്നറെഡ്ഡി. ചെന്നറെഡ്ഡി മുഖ്യമന്ത്രിയാവും. ചെന്നറെഡ്ഡി മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധി പാർലമെൻറ്റിലേക്ക് അയക്കും, അവർ പ്രധാനമന്ത്രിയാവും. പ്രധാനമന്ത്രി അതിന് ശേഷം ഇന്ദിരാഗാന്ധി നോക്കുമ്പോൾ ചെന്നറെഡ്ഡി ഒരു തന്നേടിയായിട്ട് ആന്ധ്രയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചെന്നറെഡ്ഡിയെ മാറ്റി. ചെന്നറെഡ്ഡിയെ മാറ്റിയപ്പോൾ അദ്ദേഹത്തെക്കാളും വളരെ ചെറിയൊരാളെ വേണമല്ലോ വെക്കാനുണ്ട്. അതുകൊണ്ട് ഭവനം വെങ്കട്ടറാം റെഡ്ഡിയെ നിയമിച്ചു. ഭവനം വെങ്കട്ടറാം റെഡ്ഡി ആന്ധ്ര പോലുള്ള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമുള്ള ആളില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി. എന്നിട്ട് T അഞ്ജയ്യ എന്ന് പറഞ്ഞ ഏതാണ്ട് 6.25 അടി പൊക്കവും 3 അടി ചുറ്റളവും ഉള്ള ഒരാളെ കൊടുത്തു. അദ്ദേഹത്തിന് ഈ ഉയരവും ചുറ്റളവും മാത്രം ഉണ്ടാകും. അത് വമ്പിച്ച പരാജയമായി മാറി. എന്ന് മാത്രമല്ല, ഈ അഞ്ജയ്യ അന്ന് രാജകുമാരനായിരുന്ന രാജീവ് ഗാന്ധി ബീഗംപേട്ട് വിമാനത്താവളത്തിൽ വെച്ച് അച്ചാലും പൂച്ചാലും ചീത്ത പറഞ്ഞു. അത് കേട്ട് അഞ്ജയ്യ പൊട്ടിക്കൽ. അത് പിറ്റേ ദിവസം പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ആന്ധ്ര തെലുങ്ക് ഗൗരവത്തെ ഇദ്ദേഹം ആക്ഷേപിച്ചു എന്നൊരു പരാതി വന്നു. തുടർന്ന് അഞ്ജയ്യെ മാറ്റിയിട്ട് വിജയഭാസ്കർ റെഡ്ഡിയെ മുഖ്യമന്ത്രിയായി. അങ്ങനെ ഒരു 5 കൊല്ലത്തിനിടയ്ക്ക് 4 മുഖ്യമന്ത്രിമാരെ ആന്ധ്രയിലുണ്ടായി. പക്ഷേ അവിടെ ഇതുപോലുള്ള പൊറാട്ട് നാടകമൊന്നും ഉണ്ടായില്ല. ഇന്ദിരാഗാന്ധി ഒരാളുടെ പേരുള്ളൂ, താനാവട്ടെ എന്ന് പറഞ്ഞാൽ അയാളാവുകയാണ്. അത് പക്ഷേ എന്ത് കുഴപ്പം പറ്റി വെച്ചാൽ അന്ന് വരെ കോൺഗ്രസിൻ്റെ കോട്ടയും കൊത്തളവുമായിരുന്ന ആന്ധ്രാപ്രദേശ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 1983 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടി. അങ്ങനെയാണ് NT രാമറാവുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. അവരുടെ വിചാരം അവരുടെ തറവാട്ട് ഭാഗത്ത് കൊണ്ട് നാട്ടുകാർ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നിയ വോട്ട് എന്തുകൊണ്ടേ ചെയ്യാം എന്ന് അങ്ങനെ ചിന്തിച്ചാണ് ഇതിപ്പോൾ അതെ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ ഈ തമിഴ്നാട്ടിൽ കാണിച്ചത് അതിന് മലയാളത്തിൽ സഭ്യമായ ഒരു വാക്കുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയില്ല. അതുപോലത്തെ വഞ്ചനയാണ്, രാഷ്ട്രീയ വഞ്ചനയാണ് ചെയ്തത് DMK-യോട്. അവർ ഇന്നലെ വന്ന സിനിമാറിൻ്റെ പുറകെ പോവുകയാണ്. എത്രയോ കൊല്ലമായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ല, UPA-യുടെ ഭാഗമായിട്ടില്ല യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണല്ലോ ഇന്ത്യ സഖ്യമുണ്ട്. അതിൻ്റെ നെടുന്തൂടായിരുന്ന പാർട്ടിയല്ലേ DMK. ആ DMK വഞ്ചിച്ചിട്ട് അവർ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ സിനിമാറിൻ്റെ പുറകെ പോവുകയാണ്. 5 MLA-മാരുള്ളത്.